ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു ചെറിയൊരു വീഡിയോ ആണ്. നമ്മൾ ലാസ്റ്റ് ടൈം നമ്മളൊരു കോളർ പീറ്റർ പാൻ കോളർ ചെയ്യുന്നൊരു വീഡിയോ കണ്ടിട്ട് അതിന് അത്യാവശ്യം നല്ല വ്യൂ ഉണ്ടായിരുന്നു. ഇന്ന് അതേപോലെ തന്നെ വേറൊരു കോളറായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതൊരു കോട്ടൺ മെറ്റീരിയൽ അറ്റാച്ച് ചെയ്യാനുള്ള ഒരു കോളറാണ്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ നേരത്തെ റൗണ്ട് ഷേപ്പിലാണെങ്കിൽ ഇതൊരു വി കട്ട് പോലെയാണ് ഫ്രണ്ട് പാർട്ട് വരുന്നത്. അപ്പോൾ ഞാനിത് സ്റ്റിച്ച് ചെയ്യുന്നത് കാണിക്കുകയാണ്. അപ്പോൾ നമ്മളിത് 2 ക്ലോത്ത് വെച്ചിട്ട് ഒരു ക്ലോത്തിൽ നമ്മൾ ക്യാൻവാസ് അറ്റാച്ച് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ 2 ക്ലോത്ത് ഇങ്ങനെ നല്ല ക്യാൻവാസ് നമ്മൾ സ്റ്റിക്ക് ചെയ്ത ഭാഗം ഫ്രണ്ടിലും വേറൊരു ക്ലോത്ത് അടിയിലും വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ബാക്കി നമ്മളതിനെ മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കോളർ ഫിനിഷായിട്ട് വരുന്നുണ്ട്. എന്നിട്ട് ഈ ഫിനിഷായ കോളർ നമ്മൾ വേറൊരു മെറ്റീരിയൽ നമ്മൾ ഏത് ഡ്രസ്സിലാണോ തെക്കുന്നത് ആ ഡ്രസ്സിൽ വെച്ചിട്ട് അറ്റാച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് ആ ഒരു കോർണറിൻ്റെ പോർഷനിലൊക്കെ നന്നായി ശ്രദ്ധിച്ച് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ ഞാനിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിക്കുക. അതിനുശേഷം ഇതിനകത്ത് നമ്മൾ കോളറിനകത്ത് ഒരു ചെറിയൊരു എംബ്രോയ്ഡറി വർക്കും ചെയ്യുന്നുണ്ട്. അപ്പോൾ കോളർ സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ ഞാൻ ഇത് ഏകദേശം ഒരളവിൽ കട്ട് ചെയ്തെടുത്തിട്ട് 2 ക്ലോത്ത് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അതിനുശേഷം നമുക്കിങ്ങനെ അരികത്തുള്ള ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മളത് തിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗം ഉണ്ടല്ലോ, അത് നമുക്കിങ്ങനെ അടിയിലേക്ക് വരും, ഉള്ളിലേക്ക് വരും. ബാക്കിയുള്ള നല്ല 2 ഭാഗങ്ങളും പുറത്തോട്ടും വരും. എനിക്ക് കോൾഡ് ആയതുകൊണ്ട് സൗണ്ടിന് നല്ല വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് അരികത്തെ ഭാഗം കട്ട് ചെയ്തെടുത്തിട്ട് ഞാൻ ഈ ഒരു നെക്കിൻ്റെ പാർട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നില്ല. അത് നമ്മൾ ഡ്രസ്സിനകത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കട്ട് ചെയ്ത് മാറ്റാമെന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ ഇത് തിരിച്ചെടുത്തതിന് ശേഷം നീറ്റായിട്ട് അയൺ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അയൺ ചെയ്താലേ നമുക്ക് ആ ഒരു പെർഫെക്റ്റ് ഷേപ്പിൽ വരുള്ളൂ. എവിടെയെങ്കിലുമൊക്കെ ചുളിവുണ്ടെങ്കിൽ അതിനെയൊക്കെ മാറ്റിയെടുത്ത് കോർണറൊക്കെ കറക്റ്റ് കർവായിട്ട് വരുന്ന പോലെ നല്ല ഷാർപ്പിൽ വരുന്ന പോലെ കാണിച്ചെടുക്കാം. അപ്പോൾ ഈ ചുളിഞ്ഞിരിക്കുന്ന ഭാഗമൊക്കെ അയൺ ചെയ്ത് മാറ്റി നീറ്റാക്കി. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത പാർട്ട് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാനിത് തിരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതിൽ കുറച്ച് എംബ്രോയ്ഡറി വർക്ക് കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഈ ഒരു 2-3 തരം ബീഡ്സും പിന്നെ 2 ത്രെഡ് മാത്രമാണ്. അപ്പോൾ ഞാനിതൊരു ബ്ലൂ കളറിൻ്റെ അജ്രക് മെറ്റീരിയലാണ് ഇത് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ എംബ്രോയ്ഡറി ചെയ്തതിന് ശേഷം എങ്ങനെ ഉണ്ടാകുമെന്ന് കാണണ്ടേ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ കോളറിൻ്റെ എൻഡ് വന്നിരിക്കുന്നത്. അത്രയ്ക്ക് നിറയെ എംബ്രോയ്ഡറി ഒന്നുമില്ല, ചെറുതായിട്ട് എൻഡ് പോർഷനിൽ മാത്രം ബീഡ്സും ത്രെഡും യൂസ് ചെയ്തിട്ട് എംബ്രോയ്ഡറി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ലുക്ക് വരുന്നത്. ഇത് നമ്മൾ മെറ്റീരിയലിൽ വെച്ച് അറ്റാച്ച് ചെയ്തിട്ട് കാണിച്ചു തരാം. താങ്ക്